ഗൗരിയെയും കൃഷ്ണനെയും മറന്നുപോയോ? സരസ്വതി അമ്മയുടെ വീടിന്റെ സൂക്ഷിപ്പുകാരായും പ്രിയപ്പെട്ടവരായും നിറഞ്ഞ മമ്മൂട്ടി, നയൻതാര കഥാപാത്രങ്ങൾ രാപ്പകൽ സിനിമയിൽ നിന്നുമാണ് ഈ ചിത്രം ഇറങ്ങിയത്. കൃത്യം 20 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് അവർ മറ്റൊരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു. പഠനത്തെ കൃഷ്ണനും ഗൗരിയുമല്ല എന്ന് മാത്രം. മലയാള സിനിമ അടുത്ത കാലത്ത് കണ്ട ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ബിഗ് ബജറ്റ് സ്റ്റാർ കാസ്റ്റ് ചിത്രത്തിനായി മമ്മൂട്ടിയും നയൻതാരയും ഒത്തുചേർന്നു കഴിഞ്ഞു. നയൻതാര സെറ്റിലെത്തിയപ്പോൾ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണാം. വന്നിറങ്ങിയ ദിവസം തന്നെ പ്രിയപ്പെട്ട മമ്മൂക്ക സെറ്റിലുണ്ടായിരുന്നു. മലയാള സിനിമയിൽ സജീവമായിരുന്ന നാളുകളിൽ രാപ്പകൽ, തസ്കര വീരൻ, ഭാസ്കർ ദ റാസ്കൽ, പുതിയ നിയമം തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടിയും നയൻതാരയും നായികനായകന്മാരായി. മൾട്ടി സ്റ്റാർ ചിത്രമായ 2020 കഥാപാത്രമായില്ല എങ്കിലും നയൻതാര ഒരു ഗാനരംഗം ആടി തകർത്തിരുന്നു. ഈ പാട്ടും നൃത്തവും അന്നത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മമ്മൂട്ടിയുമായി കുശലാന്വേഷണം നടത്തുന്ന നയൻതാരയുടെ ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും എത്തിച്ചേർന്നു കഴിഞ്ഞു. സിനിമയ്ക്ക് ഇനിയും പേരായില്ല എങ്കിലും എന്ന് വർക്കിംഗ് ടൈറ്റിൽ ലഭിച്ചു കഴിഞ്ഞു. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്നു. മമ്മൂട്ടി കമ്പനി, ആൻഡ്രൂ ജോസഫ് ഫിലിം കമ്പനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം. ഇക്കഴിഞ്ഞ നവംബറിലാണ് ചിത്രീകരണം ആരംഭിച്ചത്. ശ്രീലങ്കയിലേക്ക് സിനിമാ സംഘം പുറപ്പെടുന്ന ദൃശ്യം വൈറലായി മാറി. ഇത്രയും വലിയ പ്രൊജക്ട് വരുന്ന വിവരം പരസ്യമായതും ഈ ദൃശ്യങ്ങളിലൂടെയായിരുന്നു. അസർബൈജാൻ, UAE, ലണ്ടൻ, തായ്ലൻഡ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവയാണ് മറ്റ് ലൊക്കേഷനുകൾ. കൊച്ചിയിലെ ഷെഡ്യൂളുകളിലാണ് നയൻതാര ജോയിൻ ചെയ്തത്. അതേസമയം മമ്മൂട്ടിയുടേതായി ബസൂക്ക അധികം വൈകാതെ തിയേറ്ററുകളിൽ വന്നിട്ടുണ്ട്. നിവിൻ പോളി നായകനായ ഡിയർ സ്റ്റുഡൻസ് ആണ് നയൻതാര മലയാളത്തിലേക്ക് മടങ്ങി വരുന്ന മറ്റൊരു ചിത്രം.